തൊടുപുഴ കോലാനിയിൽ ദയ തണൽ ഡയാലിസിസ് സെന്ററിനും മലബാർ തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിനും തുടക്കം. ഇരു സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. വൃക്കരോഗികൾക്ക് ചികിത്സാ സഹായവും കുട്ടികൾക്ക് നേരത്തെയുള്ള പരിചരണവും ഉറപ്പാക്കുന്ന കേന്ദ്രങ്ങൾ തൊടുപുഴയുടെ ആരോഗ്യരംഗത്ത് പുതിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. നിർധനരായ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉറപ്പാക്കുവാനാണ് പുതിയ ഡയാലിസിസ് സെന്റർ. കുട്ടികളിലെ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഏർലി ഇന്റർവെൻഷൻ സെന്റർ. വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്ത് അതിൻ്റെ ശക്തി കുറയ്ക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഡയാലിസിസിന് ഇപ്പോൾ തന്നെ 10 കിടക്കകളാണ് സജ്ജീകരിച്ചത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദയ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, തണൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ യാഥാർത്ഥ്യമായത്. തൊടുപുഴ തണൽ ചെയർമാൻ പി കാസിം അധ്യക്ഷനായ ചടങ്ങിൽ മുൻ മന്ത്രിയും തൊടുപുഴ മുൻ MLA-യുമായ PJ ജോസഫിനെ ആദരിച്ചു. റോയ് കെ പൗലോസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K ദീപക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ഇടുക്കി.